ഹലോ, ഇന്നത്തെ എൻ്റെ റെസിപ്പി മുരിങ്ങക്കായ ഉരുളൻകിഴങ്ങ് കറി. ഈസിയാണ്, ടേസ്റ്റിയാണ്. വെൽക്കം ടു റെന്നസ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമ്മളൊരു മസാല ഉണ്ടാക്കുന്നുണ്ട്. ഒരു സബോള, 3 വെളുത്തുള്ളി, 5-6 വറ്റൽമുളക്. ഇത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അത് അരച്ചെടുത്തതാണിത്. നമ്മുടെ പാൻ ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിക്കുന്ന ശേഷം നമ്മൾ ഇച്ചിരി കടുക് ഇടുക കേട്ടോ. ഒന്ന് കടുക് പൊട്ടിക്കുകയാണ്. കടുക് പൊട്ടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. മസാല ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ മുരിങ്ങക്കായ ഇടുകയാണ്. ഇതൊരു 4 മുരിങ്ങക്കായാണ് കേട്ടോ. അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാലയൊക്കെ അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് ഒന്ന് ആവി കയറ്റാം. സമയത്ത് നമ്മൾ കുറച്ച് മഞ്ഞൾ ആഡ് ചെയ്യുന്നുണ്ട്. കളറിന് വേണ്ടിയിട്ടാണ് കശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് വെന്ത് കിട്ടട്ടെ. ആ സമയം കൊണ്ട് 3 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് പുഴുങ്ങി വെച്ചതാണ്. അതൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിത് ഒത്തിരി പൊടിയാക്കുന്നില്ല, ജസ്റ്റ് ഒന്നത് ഉടച്ച് കൊടുക്കണേ ഉള്ളൂ കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഈ ഉരുളൻകിഴങ്ങ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ മുരിങ്ങക്കായും അതൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് ഡ്രൈ ആയിട്ട് കൊടുക്കാം, ഇത് വേണമെങ്കിൽ നമുക്ക് സെമി ഗ്രേവി ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് സോസായിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് അടച്ച് വേവിക്കട്ടെ. നമ്മുടെ മുരിങ്ങക്കായൊക്കെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ മുരിങ്ങക്കായും ഉരുളൻകിഴങ്ങും എല്ലാം അടിപൊളിയായിട്ട് ബ്ലെൻഡായിട്ടുണ്ട്. പെരുംജീരകവും നല്ല ജീരകവും മല്ലി മുളക് ഇത് 3 വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. ദിസ് ഈസ് ഓപ്ഷണൽ. ഇഫ് യു വാണ്ട് യു ക്യാൻ ആഡ് ഇറ്റ്. പുളിയൊന്നുമില്ല, നമ്മൾ തക്കാളി ഒന്നും ആഡ് ചെയ്യാത്തതാനും. വേണമെങ്കിൽ ഒരു ഇച്ചിരി ലൈം ജ്യൂസ് ആഡ് ചെയ്യാം കേട്ടോ. ഇത് ലാസ്റ്റ് രണ്ടും ഓപ്ഷണലാണ്. ഇത് ചപ്പാത്തിക്കും റൈസിനും ദോശയ്ക്കും ഒക്കെ അടിപൊളി ഗ്രേവിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. മുരിങ്ങക്കായ ഉരുളൻകിഴങ്ങ് കറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കുക്ക് വിത്ത് ലവ് ആൻഡ് കെയർ. ബൈ, ടേക്ക് കെയർ.